ഞാനുമായി വിവാഹത്തിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിവാഹം നടത്തിയത്. സപ്രഷൻ ഓഫ് എ മെറ്റീരിയൽ ഫാക്ട്, വിശ്വാസവഞ്ചനയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന പല പെൺകുട്ടികൾക്കും ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരൊറ്റ മനുഷ്യനെയും ലോണിനകത്ത് എന്തെങ്കിലും അടവിനകത്ത് പ്രശ്നമുണ്ടെന്നും പറഞ്ഞ ഒരു കുടുംബത്തിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ജപ്തി വിരുദ്ധ ബിൽ അതൊക്കെ വളരെ സാധാരണ മനുഷ്യന് വളരെ പ്രയോജനപ്രദമാണ്. നമസ്കാരം, ഞാൻ അർച്ചന സുരേഷ്. മലനാടൻ വോയിസിന്റെ നിയമജാലകം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമത്തെ കൂടുതൽ ജനകീയമാക്കുക, അത് കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ തുടങ്ങിയ ഈ നിയമജാലകം എന്ന പരിപാടി രണ്ട് കൈ നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുതിയൊരു എപ്പിസോഡ് തുടങ്ങുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത് സീനിയർ അഭിഭാഷകനായ ശ്രീ ടൈറ്റസ് ഡൊമിനിക് സാറാണ്. നമസ്കാരം സാർ. അപ്പം ആദ്യത്തെ ചോദ്യം ചോദിച്ചു തുടങ്ങാം. ഈ ചോദ്യം വന്നിരിക്കുന്നത് കാനഡയിൽ നേഴ്സായിട്ട് ജോലി നോക്കിയിരുന്ന ഒരു കുട്ടിയാണ് ചോദ്യം അയച്ചു തന്നിട്ടുള്ളത്. നേഴ്സാണ്. ചോദ്യം വായിക്കാം. വിവാഹം നടന്നത് 2022-ലാണ്. ഭർത്താവ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. അയാൾ ഞാനുമായി വിവാഹത്തിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിവാഹം നടത്തിയത്. ഞാൻ വളരെ വൈകിയാണ് ഈ വിവരം അറിഞ്ഞത്. മുൻ വിവാഹം മറച്ചു വെച്ചുകൊണ്ടുള്ള പുതിയ വിവാഹമോചനത്തിന് വേണ്ടിയുള്ള മതിയായൊരു കാരണമാണോ? കാനഡയിൽ ജോലി ചെയ്യുന്ന എനിക്ക് കോടതിയിൽ നേരിട്ട് വരാതെ കേസ് കൊടുക്കാൻ കഴിയുമോ? ഞാൻ എന്ത് ചെയ്യണം? ഞാനുമായുള്ള വിവാഹ ബന്ധത്തിൽ കുട്ടികളില്ല. നിയമസഹായം അഭ്യർത്ഥിക്കുന്നു. കാനഡയിൽ ജോലി ചെയ്യുന്ന നേഴ്സായിട്ടുള്ള ഒരു കുട്ടി 2015-ലാണ് വിവാഹം. 2022-ൽ വിവാഹം കഴിച്ചു. കുട്ടികളില്ല. ഭർത്താവ് മുൻ വിവാഹം കഴിച്ച കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വിവാഹത്തിലേക്ക് വന്നു എന്നുള്ളത് തീർച്ചയായും വിവാഹമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മതിയായ കാരണം തന്നെയാണ്. കാരണം സപ്രഷൻ ഓഫ് എ മെറ്റീരിയൽ ഫാക്ട്, വിശ്വാസവഞ്ചനയാണ്. ദാമ്പത്യ ബന്ധത്തിന്റെ വിശുദ്ധിയുടെ കാണിക്കുന്ന ഏറ്റവും കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇരു കൂട്ടർ ഭാര്യ ഭർത്താവ് അവരുടെ കാര്യങ്ങൾ കൃത്യമായി പശ്ചാത്തലം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞുള്ള ഒരു വിവാഹമല്ലെങ്കിൽ അതൊരു വിവാഹമോചനത്തിന് മതിയായ കാരണം തന്നെയാണ്. വേറെ എന്തൊരു കാര്യവും ചോദിച്ചിട്ടുണ്ടല്ലോ, അവർ കോടതിയിൽ അവർക്ക് കാനഡയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നേരിട്ട് വന്ന് കേസ് നടത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമല്ലേ. അത് വളരെ പ്രധാനമാണ്. കാരണം വിദേശത്ത് ജോലി ചെയ്യുന്ന പല പെൺകുട്ടികൾക്കും ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിന് ഒറ്റ കാര്യം കഴിഞ്ഞാൽ ഫാമിലി കോടതിയിൽ മറ്റ് കേസുകളുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫാമിലി കോടതിയുടെ കാര്യത്തിൽ ഈ ഭാര്യയും ഭർത്താവിനെയും കൗൺസിലിങ്ങിന് വിധേയമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കൗൺസിലിങ്ങിന് അവർ രണ്ടുപേരും തന്നെ കോടതിയിൽ ഹാജരാകേണ്ടതായിട്ടുണ്ട്. കാരണം കോടതിക്ക് നേരിട്ട് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ഈ പെൺകുട്ടി വിവാഹമോചനത്തിന് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് ഇവരുടെ ദാമ്പത്യബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യാം. എന്താണെന്നറിയാമോ? ഒരു പവർ ഓഫ് അറ്റോർണി ഏറ്റവും അടുത്ത ബന്ധുവിനെയും നിങ്ങളുടെ ഈ ദാമ്പത്യ ബന്ധത്തെ പറ്റി കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരു ഏറ്റവും അടുത്ത ബന്ധുവിനെ പവർ ഓഫ് അറ്റോർണി ഹോൾഡർ ആക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫാമിലി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് യാതൊരു നിയമ തടസ്സവുമില്ല. പക്ഷേ കൗൺസിലിംഗ്, തെളിവ് കൊടുക്കൽ, മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നാട്ടിലോട്ട് വരേണ്ടി വരും. സപ്രഷൻ ഓഫ് എ മെറ്റീരിയൽ ഫാക്ട് ആണ്. വളരെ ചീറ്റിങ്ങിന് കേസ് കൊടുക്കേണ്ടതാണ് ഈ ചെറുക്കനെതിരെ. ഈ പെൺകുട്ടിയുടെ ജീവിതം തകർത്തില്ലേ? ഇനി ആ പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ രണ്ടാം കെട്ടുകാരിയായി പോവില്ലേ? ഭാഗ്യത്തിന് കുഞ്ഞുങ്ങളുണ്ടായില്ല. സപ്രഷൻ ഓഫ് എ മെറ്റീരിയൽ ഫാക്ട് ആണ്. അതിന്റെ പേരിൽ ഈ ഏക കാരണത്തിൽ കൊണ്ട് തന്നെ ഇതിൽ വിവാഹമോചനത്തിന് ഫാമിലി കോടതിയിൽ കേസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ സർ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ നിന്നൊരു വീട്ടമ്മയാണ് സർ. ഞാൻ എന്റെ വീട് ഈട് വെച്ച് 2020-ൽ സഹകരണ ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ മൂത്ത മകളുടെ വിവാഹ ആവശ്യത്തിനായി ലോൺ എടുത്തിരുന്നു. കുറച്ച് തവണകൾ മാത്രമേ അടയ്ക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 15 ലക്ഷം രൂപ
പലിശയടക്കം അടയ്ക്കുവാൻ ജപ്തി നോട്ടീസ് വന്നിരിക്കുകയാണ്. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ വൺ ടൈം സെറ്റിൽമെന്റ് ആയി അടയ്ക്കുവാൻ സാധിച്ചാൽ തുക കുറച്ചു തരാമെന്നാണ് പറയുന്നത്. എന്റെ ഭർത്താവ് ഒരു കിടപ്പ് രോഗിയാണ്. രണ്ടാമത്തെ മകളുടെ വിവാഹവും നടന്നിട്ടില്ല. സഹായത്തിന് ബന്ധുക്കളോ സ്വന്തക്കാരോ ആരും തന്നെ ഇല്ല. ജപ്തി നടപടികൾ നടന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ട അവസ്ഥയാണ്. കിടപ്പ് രോഗിയായ ഭർത്താവിനെയും പ്രായമായ മകളെയും കൂട്ടി ഞാൻ എങ്ങോട്ട് പോകും എന്നറിയാത്തൊരു സ്ഥിതിയാണ്. സ്ഥലം വിൽക്കാൻ നോക്കുമ്പോൾ കച്ചവടം ഒന്നും തന്നെ നടക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലാരംബരായ എന്റെ കുടുംബത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടോ? മറുപടി നിയമജാലകത്തിലൂടെ പ്രതീക്ഷിക്കുന്നു. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഈ സമീപ കാലത്ത് കേരള നിയമസഭ ഒരു നിയമം പാസാക്കി. ഒരൊറ്റ മനുഷ്യനെയും ലോണിനകത്ത് എന്തെങ്കിലും അടവിനകത്ത് പ്രശ്നമുണ്ടെന്നും പറഞ്ഞ് ഒരൊറ്റ മനുഷ്യനെ, ഒരു കുടുംബത്തിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. ജപ്തി വിരുദ്ധ നിയമ ഭേദഗതി ബിൽ കേരള നിയമസഭ പാസാക്കി. ഇതനുസരിച്ച് നിങ്ങളുടെ വീട്, ഉദാഹരണത്തിന് നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപയ്ക്ക് താഴെയാണ്, 25,000 രൂപ അതിന് താഴെയാണെങ്കിൽ തഹസീൽദാറിന് ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തഹസീൽദാറിന് ആ ജപ്തി നടപടികൾ സ്റ്റേ ചെയ്യുകയും ആ ലോണിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും ഈ ബില്ല് അവസരം തരുന്നു. അതേപോലെ 1 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജില്ലാ കളക്ടറിന്, 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ റവന്യൂ മന്ത്രി, 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്റർ, 20 ലക്ഷം രൂപ വരെ മുഖ്യമന്ത്രി, 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുക്കാം. എന്നിട്ട് നിങ്ങളുടെ ഗഡുവായിട്ട് അടയ്ക്കാനുള്ള നിങ്ങൾക്ക് അവസരം തരാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരും വന്ന് നിങ്ങളെ പുറത്താക്കില്ല. നിങ്ങൾക്ക് 5 വർഷം വരെ ഈ അടവ് തുക അടച്ച്, സ്വാഭാവികമായി അടച്ച് ഈ വീട് വീണ്ടും നിങ്ങളുടേതാക്കാനുള്ള അവസരവും കൂടി ഈ ബില്ലിൽ കൂടി നൽകുന്നുണ്ട്. തികച്ചും ജനക്ഷേമകരമായ ഒരു ബില്ലാണ് കേരള നിയമസഭ പാസ്സാക്കിയിരിക്കുന്നത്. കാരണം ഈ കോവിഡാനന്തരം ബിസിനസ് സംരംഭങ്ങൾ, അങ്ങനെ മനുഷ്യന്റെ വരുമാനങ്ങൾ ഒരുപാട് പ്രതിസന്ധി കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു നിയമ ഭേദഗതി ബിൽ എന്തുകൊണ്ടും തികച്ചും നല്ലതാണ്. അത് പാസ്സാക്കിയ കേരള നിയമസഭയെ എന്തുകൊണ്ടും നമ്മൾ അഭിനന്ദിക്കേണ്ടതായിട്ടും ഉണ്ട്. ഓക്കെ സർ. അപ്പോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ന്യൂസിലാൻഡിൽ നിന്നും അവിടെ ജോലി നോക്കുന്ന ഒരു സ്ത്രീയാണ്. അവരവിടെ 10 വർഷമായി ജോലി നോക്കുകയാണ്. വിവാഹം 2015 നാട്ടിൽ വെച്ച് മതാചാര പ്രകാരമാണ് നടന്നത്. ദാമ്പത്യ ജീവിതത്തിൽ 7ഉം 5ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണുള്ളത്. നിരവധി കാരണങ്ങൾ കൊണ്ട് ദാമ്പത്യ ബന്ധം മുൻപോട്ട് പോകാൻ സാധിക്കാതിരുന്ന സാഹചര്യം കൊണ്ട് 2021 പരസ്പര സമ്മതപ്രകാരം ഫാമിലി കോടതിയിൽ നിന്നും വിവാഹമോചനം നേടി. കുട്ടികൾ 2 പേരും എന്റെ കൂടെ ഇപ്പോൾ ന്യൂസിലാൻഡിലാണുള്ളത്. എനിക്കിപ്പോൾ മെച്ചപ്പെട്ട തൊഴിലിന്റെ ഭാഗമായി ജർമ്മനിയിലേക്ക് പോകുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പാസ്പോർട്ടിൽ കുട്ടികളുടെ രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് ഭർത്താവിന്റെ പേരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളുമായി എനിക്ക് ജർമ്മനിയിലേക്ക് പോകാൻ നിയമ തടസ്സമുണ്ടെന്നാണ് ഇവിടുത്തെ ഇമിഗ്രേഷൻ ലോയർ പറയുന്നത്. നിയമജാലകത്തിലൂടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം നിർദ്ദേശിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന നഴ്സ് ആകട്ടെ, പല ജോലി ചെയ്യുന്ന പെൺകുട്ടികള് അവര് വിവാഹം കഴിച്ചിട്ട് അവർ ഡൈവോഴ്സിലേക്ക് പോകുന്ന പല സാഹചര്യങ്ങളും ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഫാമിലി കോടതിയിൽ ചെന്ന ഡൈവോഴ്സ് കേസുകളുടെ ബാഹുല്യമാണ്. 1, 2, 3 എന്ന് പറഞ്ഞ് ആളുകൾ ഡൈവോഴ്സ് ചെയ്യുന്നൊരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മളുടെ ഒരു വിഷയമല്ല. ഇപ്പോൾ അവര് ഡിവോഴ്സ് വാങ്ങി, അതിൽ 2 കുട്ടികളുമുണ്ട്. രണ്ടും പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികൾ രണ്ടും ഈ സ്ത്രീയുടെ കൂടെ തന്നെയല്ലേ താമസിക്കുന്നത്. അവർക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് കുറെ കൂടെ ബെറ്റർ ശമ്പളവും മറ്റു കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം മുൻപിൽ നിൽക്കുന്നു. അപ്പൊ കുട്ടികളെ കൂടെ കൊണ്ടുപോകാനായിട്ട് സാധ്യമാകുന്നില്ല. കാരണം ഈ കുട്ടിയുടെ നാച്ചുറൽ ഗാർഡിയൻ എന്ന് പറയുന്നത് എപ്പോഴും പിതാവാണ്. അതിന്റെ പേരിൽ പാസ്പോർട്ടിലും മറ്റു സ്കൂൾ രേഖകളിലും മറ്റും എഴുതിയിരിക്കുന്നത് മാതാവിന്റെ പേരല്ല, പിതാവിന്റെ പേരാണ്. അതിന്റെ പേരിൽ ഇവരുടെ മക്കളാണോ ഇതെന്ന് പോലും സത്യത്തിൽ തെളിവില്ല. ജർമ്മനിയിലേക്ക് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആകെ ചെയ്യേണ്ട ഏക വിഷയം ഇവിടെ നാട്ടിലെ ഒരു ഫാമിലി കോടതിയിൽ
ഈ കുട്ടികളുടെ രണ്ടുപേരുടെയും നാച്ചുറൽ ഗാർഡിയനായിട്ട് അവരെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഡിയൻ വാർഡ് OP എന്ന് പറയുന്ന ഒരു കേസ് കൊടുത്ത് അവരെ ഗാർഡിയൻ ആയി കോടതി വഴി നിയമിക്കുകയും ഈ ഡൈവോഴ്സിന്റെ വിധിന്യായവും ഈ ഗാർഡിയൻ വാർഡ് കേസിൽ കോടതി അവരെ ഗാർഡിയനായി നിശ്ചയിച്ചതിന്റെ വിധിപ്പകർപ്പും ഈ എംബസിയിൽ പോകേണ്ട സ്ഥലത്തോട്ടുള്ള പ്രോസസ്സിങ്ങിൽ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് അവർക്ക് പോകുന്നതിന് യാതൊരു തരത്തിലുള്ള നിയമ തടസ്സവുമില്ല. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിവാഹം എവിടെയാണോ നടന്നത് ആ സ്ഥലത്തെ ഫാമിലി കോടതിയെ സമീപിച്ച് ഗാർഡിയൻ വാർഡ് OP ഫയൽ ചെയ്ത് ഈ കുട്ടികളെ രണ്ടുപേരെയും നിങ്ങളുടെ ഗാർഡിയനായിട്ട് നിയമിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. സാർ ഇത്രയും നേരമായിട്ട് ചോദിച്ച വളരെ പ്രസക്തമായ ഈ ചോദ്യങ്ങൾക്ക് വളരെ ലളിതമായുള്ള രീതിയിൽ സാർ ഉത്തരങ്ങൾ പറഞ്ഞു. അതിന് ഒരുപാട് നന്ദി. ഇപ്പോഴ് മാത്രമല്ല, ഈ കേരള നിയമസഭ പാസാക്കിയ ബില്ലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴീ ജപ്തി വിരുദ്ധ ബിൽ, അതൊക്കെ വളരെ സാധാരണ മനുഷ്യന് വളരെ പ്രയോജനപ്രദമാണ്. അതുപോലെ നമ്മുടെ ഈ കുട്ടി ചോദിച്ചിരിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ഏതാണ് അതിന് പിന്നെ ജർമ്മനിയിലേക്ക് പോകണമെന്നുള്ളതൊക്കെ, അതൊക്കെ ഇതേപോലെ സമാന മനസ്കരായ ഒരുപാട് പേർക്ക് അറിവ് നൽകുന്നതാണ്. ഒരുപാട് ഇതുപോലുള്ള സംശയങ്ങൾ ഉള്ളവരുടെ സംശയങ്ങളൊക്കെ ഇപ്പോൾ തീർന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിച്ചവർക്കുള്ള മറുപടി കൃത്യമായി ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള നിങ്ങളുടെ നിയമസംബന്ധമായ എന്ത് സംശയങ്ങളും ഞങ്ങളോട് ചോദിക്കാം. ചുവടെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ ഇമെയിൽ ID-യിലോ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക. ഒപ്പം മലനാടൻ വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ തുടർന്ന് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സ്നേഹപൂർവ്വം മലനാടൻ വോയിസിന് വേണ്ടി അർച്ചന സുരേഷ്.